ജില്ലയിലെ ഏഴൂർ MDPS UP സ്കൂളിലെ രണ്ട് കൊച്ചു കൂട്ടുകാർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയമാണ്. എന്താണ് ആ ചർച്ചയ്ക്ക് പിന്നിലെന്ന കാരണവും കഥയും നമുക്ക് ആ കൂട്ടുകാരോട് തന്നെ ചോദിക്കാം. അങ്കിത്, എന്താണ് ഉണ്ടായത്? ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് കാക്ക കാശിച്ചത്. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുമ്പോൾ നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, എന്താടാ അങ്കിതേ കരയെന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ ഈ കാര്യമൊക്കെ അഫ്നാനോട് പറഞ്ഞു കൊടുത്ത് അഫ്ന എന്നെ വിളിച്ചിട്ട് തല കഴുകിയെന്ന് അഫ്നാൻ. എന്നിട്ട് തല കഴുകി എന്നിട്ട് ക്ലാസ്സിലെത്തിയിട്ട് ഓൻ്റെ ഷർട്ടൊക്കെ ഓന് അലക്കി തന്നു. എന്നിട്ട് ഷർട്ട് അലക്കി തന്നു. എന്നിട്ട് ഓൻ രണ്ട് ഷർട്ട് ഇട്ടിരുന്നു. എന്നിട്ട് ഒരു ഷർട്ട് ഓനിക്ക് തന്നു. ആരാ അഫ്നാൻ? എന്താ അഫ്നാനെ രണ്ട് ഷർട്ട് ഇടാൻ കാരണം? അതിനെ ഒഴിവ് കിട്ടുമ്പോൾ അവിടെ കളിക്കാറുണ്ട്, അപ്പോൾ ഇടുന്നതാ. കളിക്കാൻ വേണ്ടിയിട്ട് വന്നാലേ? അങ്കിതിന്റെ ദേഹത്ത് കാക്ക കാഷ്ടിച്ചു. അപ്പൊ എന്താ തോന്നിയത് അഫ്നാന്? നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണോ? ആരെങ്കിലും പറഞ്ഞു തന്നോ? അവൻ കരയാനുണ്ടപ്പോ ഞാൻ കൈ ഓർത്തതാണ്. കരയുന്നുണ്ടപ്പോ വിഷമം തോന്നി. എന്നിട്ട് പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് ക്ലാസ്സിലിരുത്തിയിട്ട് ടീച്ചർക്ക് തലൊക്കെ തോർത്തി തന്നു. എന്നിട്ട് ഷർട്ടൊക്കെ ഉണക്കി തന്നത് ഞാൻ ഷർട്ട് ഇട്ടു. ടീച്ചർ തലയൊക്കെ തോർത്തി തന്നു എന്ന് പറഞ്ഞേ. എന്തായിരുന്നു ടീച്ചർ അപ്പോഴത്തെ ഒരു അവസ്ഥ? ഞാൻ വന്നപ്പോൾ എനിക്ക് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടി വിഷമിക്കാതിരിക്കാൻ നോക്കുക. അപ്പോൾ അവൻ്റെ തലയിലൊക്കെ ഈറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത്. അപ്പോഴാണ് ഇങ്ങനെ കഥകളൊക്കെ പറയുന്നത്. അപ്പോൾ അനിക്കത്തിൻ്റെ മേത്ത് രണ്ട് ഷർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവനത് ഊരിക്കൊടുക്കുന്നതൊക്കെ ക്ലാസ് വെച്ചിട്ടാണ്. പിന്നെ ഇതുവരെ ഇവർ പറയാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നനഞ്ഞ ഷർട്ട് ഉണ്ടല്ലോ, അനിക്കത്ത് ഇതും കൊണ്ട് ഓടുന്നൊരു സീൻ ഞാൻ കണ്ടിരുന്നു. നനഞ്ഞ ഷർട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നു. അതിവർ കളിമൈൻഡിലായിട്ട് ചെയ്തായിരിക്കും. പക്ഷെ അപ്പോഴും ആ ഷർട്ട് ഉണക്കാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി ചെയ്ത ഒരു പോസിറ്റീവ് കാര്യം. ഇത് ഇവരെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ ആലോചിക്കുന്നത് എന്താ പറയാത്തതെന്ന്. അപ്പോൾ അത്രയും കൂടെ ആ കുട്ടിക്ക് ആ ഷർട്ട് ഉണക്കി കൊടുക്കാൻ കാണിച്ചൊരു ആത്മാർത്ഥത, ആ കുട്ടി പെട്ടെന്ന് ആ ഷർട്ട് ഇടണം. അതൊക്കെ ഈ ചെറിയ കുട്ടികളിൽ നിന്ന് വരുമ്പോൾ വളരെ സന്തോഷം. ആരും പറഞ്ഞു കൊടുക്കാതെ ചെയ്യുമ്പോൾ അത് ആസ് എ ടീച്ചർ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പ്രധാന അധ്യാപകനാണ്. പക്ഷേ മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് ഇതൊക്കെ ചെയ്തത്. എന്താണ് തോന്നുന്നത്? എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ, ഇത് എല്ലാവരും നിസ്സാരമായി കാണുന്നൊരു സംഭവം. കേട്ടാലും ഒരു കാക്ക അപ്പിട്ടു എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ രണ്ട് മക്കളുടെ ഈ ഒരു സ്നേഹ പങ്കുവെച്ചത് അത് സമൂഹത്തിലുള്ള വലിയൊരു സന്ദേശമാണ്. ഇത് നമ്മുടെ സ്കൂളിലും നമ്മുടെ നാടിനും ഞങ്ങളുടെ വിദ്യാലയത്തിലുള്ള മറ്റു കുട്ടികൾക്കും ഇത് വലിയൊരു മാതൃകയാണ്. മുതിർന്ന ആളാണ്, PTA പ്രസിഡൻ്റാണ്. പൊതുവേ ഈ രക്ഷിതാക്കളൊക്കെ തമ്മിൽ നല്ല അടിയുണ്ടാവും. സ്കൂളിൽ കുട്ടികൾ തമ്മിൽ അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ രക്ഷിതാക്കളായിരിക്കും ചോദ്യം ചെയ്യാൻ വരിക, പിന്നെ അടിക്കുക. എന്താണ് PTA പ്രസിഡന്റ് എന്ന നിലയിലുള്ള കാഴ്ചപ്പാട്? ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. രണ്ടാമത് ഈ കൊച്ചു കുട്ടികളിങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറ്, ഇപ്പോൾ അസംബ്ലിയിലായാലും നമ്മളൊക്കെ പഠിപ്പിക്കാറ് മാതാപിതാ ഗുരുദൈവം. അതിൻ്റെ കൂടെ നമ്മൾ സഹപാഠികളെ സ്നേഹിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അവരെ സഹായിക്കുക എന്നുള്ള. അപ്പോൾ അത് ഈ കൊച്ചു കുട്ടികൾക്ക് മനസ്സിലായിട്ട് അവരത് ഉപയോഗിച്ചു. അത് ഞാൻ അവരുടെ പാരൻസിനും കൂടി അപ്രിസിയേറ്റ് ചെയ്യാണ്. കാരണം വീട്ടിൽ നിന്നും കൂടെയുള്ള ഒരു ശിക്ഷണം കൊണ്ടാണ് അവരിത് ചെയ്തത്. മാഷും ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ചെറിയ പ്രായത്തിൽ ഇങ്ങനെയുള്ള ഒരു ചേർത്ത് പിടിക്കൽ എന്തുകൊണ്ടും പ്രശംസനീയമാണ്. അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് നല്ലൊരു മാനേജ്മെൻറ്റാണ് ഞങ്ങൾക്കുള്ളത്. മികവുറ്റ അധ്യാപകരാണ്. പിന്നെ പ്രധാനാധ്യാപകൻ അബ്ദുസലാം മാസ്റ്റർ, PTA പ്രസിഡൻറ്റ് അലവി ഷൻഷായി, അതുപോലെ തന്നെ ഞങ്ങളുടെ മാനേജർ സെയ്ദ് കൈനിക്കര, തിരൂരിലെ ഒരു വ്യാപാര പ്രമുഖനാണ്. ഞങ്ങളുടെ സ്കൂളിൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. വളരെ അഭിമാനമുണ്ട്. എന്തായാലും ഈ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കഥ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഈ കൊച്ചു കൂട്ടുകാർക്കൊപ്പം അരുൺ പാറക്കൽ, 24 തിരൂർ.